ആരില്ലേലും ഈ ഈ ഞാൻ കാണുന്നു നിന്റെ കൂടെ. ഇനി അത് ഏത് രീതിയിലായാലും ആര് വേണമെങ്കിലും എന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ എന്നും ഞാൻ കാണും നിന്റെ കൂടെ, എന്നും എന്നും. ഹായ് കൃഷ്ണ, ഞാൻ തന്നെ കാണാൻ വന്നതാ. താൻ മമ്മി പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കരുതടോ. എന്ത് ചെയ്യാനാ, മമ്മിയുടെ ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി. മമ്മിക്ക് വേണ്ടി ഞാൻ തന്നോട് സോറി പറയാം. സോറിടോ. കൃഷ്ണ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? തനിക്കിനി എന്നോടും ദേഷ്യമാണോ? ഏയ് അല്ല. ആൻറ്റി അങ്ങനെ പറഞ്ഞതിന് താനെന്താ ചെയ്തേ? അപ്പോൾ തനിക്ക് ഞാനുമായിട്ടൊരു പ്രശ്നമില്ലല്ലോ. അങ്ങനാണെങ്കിൽ ഫ്രണ്ട്സ്? ഓ, അവളുടെ അമ്മൂമ്മയുടെ ഒരു ആലോചന. അല്ല, ജാൻവി എന്തേലും പറഞ്ഞു എൻ്റെ അടുത്ത്? അല്ല, തനിക്ക് എൻ്റെ അടുത്ത് ഒരു പ്രശ്നമില്ല എന്ന് താൻ കള്ളം പറഞ്ഞാണോ? അപ്പം അല്ല, ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞിട്ട് താനൊന്നും പറഞ്ഞില്ല. ഞാനെന്തിനാ തന്നോട് കള്ളം പറയുന്നേ? പിന്നെ ജാൻവിയൊക്കെ ഇപ്പം വന്നതല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങളൊന്നും വലിയ പരിചയമില്ലല്ലോ. അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഓ, അതായിരുന്നു. ഞാൻ കരുതി ഇനി തനിക്ക് എന്നോട് വല്ല പരിചയപ്പെടാനൊക്കെ ഇനി ഒരുപാട് ടൈമില്ലേ. ഞാനിനി ഇപ്പോഴൊന്നും നാട്ടിലോട്ട് തിരിച്ചു പോകുന്നില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താനുമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പതുക്കനേ പോകുന്നുള്ളൂ. അപ്പം നമുക്ക് കാര്യമായിട്ട് വിശദമായിട്ട് പരിചയപ്പെടാമല്ലോ. ജാൻവി ആൻറ്റിയെ പോലെ അല്ലല്ലോ. എന്തൊരു സ്വീറ്റാ താൻ. സ്വീറ്റായല്ലേ പറ്റൂ. നിൻ്റെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തിരി പാടാം. അല്ല, താൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ളവരുമായിട്ടെല്ലാം നല്ല കമ്പനി ആയില്ലേ? പിന്നെ മിത്തുമായിട്ട് എങ്ങനെയാ? മിത്തുമായിട്ട് താൻ നല്ല ക്ലോസ് ആണോ? സാധാരണഗതിയിൽ മിത്ത് എല്ലാ കാര്യവും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടും അങ്ങനെയാണ്. അവൻ ഒരു കാര്യവും എൻ്റെ അടുത്തൊന്നും മറക്കാറില്ല. പക്ഷേ കൃഷ്ണയുടെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല. പിന്നൊരു കാര്യം, അവൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ കൂടുതൽ സംസാരിക്കാറില്ല. അതായിരിക്കും ഒരുപക്ഷെ തന്നെക്കുറിച്ച് എൻ്റെ അടുത്തൊന്നും പറയാത്തത്. ശരിയായിരിക്കും. അല്ലെങ്കിലും നമുക്കെല്ലാവരും എപ്പോഴും ഇമ്പോർട്ടൻസ് തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞാനിവിടെ എല്ലാവരോടും അത്യാവശ്യം നല്ല കമ്പനിയാണ്. എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ എനിക്കെല്ലാവരും. അതിനപ്പുറം ആരോടും ഒന്നുമില്ല, ഒന്നും ഉണ്ടാകത്തുമില്ല. അങ്ങനെ ആയ നിനക്ക് കൊള്ളാം. ശിവ, നീ ഇവിടെ നിൽക്കുമായിരുന്നു? ശിവയോ? ഇയാളുടെ പേര് കൃഷ്ണ എന്നല്ലേ? അല്ല, ആരാ ഇത്? ഇവിടെ ഉണ്ടായിരുന്നോ? മമ്മി ഉറക്കേച്ച് വന്നയാന്നോ മോള്? നിനക്ക് ഉറക്കൊന്നുമില്ല പെണ്ണേ? എനിക്ക് സമയമാകുമ്പോഴേ ഞാൻ ഉറങ്ങിക്കോളാം. നീ എന്നെ ഓർക്കണ്ട. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. ശിവന്യ കൃഷ്ണൻ, അതാ എൻ്റെ റിയൽ നെയിം. ഓ, നൈസ് നെയിം. പക്ഷേ എല്ലാവരും തന്നെ കൃഷ്ണ എന്നല്ലേ വിളിക്കുന്നത്. പിന്നെ നീ എന്താ മിത്തേ ശിവ എന്നൊരു വിളി? അതോ, അതെനിക്കിഷ്ടമുള്ളതുകൊണ്ട്. വാട്ട്? ഐ മീൻ, കൃഷ്ണേക്കാളും ശിവ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ വിളിക്കുന്നു. അതിന് നിനക്കെന്തേലും വിഷയമുണ്ടോ? എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് മാറ്റി തന്നെ ശിവ എന്ന് വിളിക്കാം. ഏയ്, അത് വേണ്ട. താൻ എന്നെ കൃഷ്ണ എന്ന് തന്നെ വിളിച്ചാൽ മതി. അത് എനിക്ക് കൃഷ്ണ എന്ന് വിളിക്കുന്ന ഇഷ്ടം. വേറെ ആരും അങ്ങനെ വിളിക്കണ്ട. ഓക്കെ, എങ്കിൽ നിങ്ങൾ സംസാരിക്കേ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട്. ഓക്കേടാ, ശരി. ഗുഡ് നൈറ്റ്. മമ്മി പറഞ്ഞ പോലെ ഇവളെനിക്ക് പണിയാവോ? അല്ല മിത്തേ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ? എങ്ങനെ ഉറക്കം വരാനാ?
മനുഷ്യൻ്റെ ഉള്ള സമാധാനം എല്ലാം പോയി കിടക്കുക. ഉള്ളത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഒരു പരട്ട തള്ളയും കൂടി കയറി വന്നിട്ടുണ്ട്. എല്ലാം കൂടി എന്തോ ആവോ. എന്തുവാ? ഒന്നും കേട്ടില്ല ഞാൻ. നീ എന്തുവാ പറയുന്നേ? ഒന്നുമില്ല. പിന്നെ നീ പറ, എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷങ്ങൾ? ഇപ്പം നമ്മൾ വിളിച്ചിട്ടും സംസാരിച്ചിട്ടും കുറേ ആയില്ലേ? നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ വിളിക്കാഞ്ഞിട്ടാണ്. ഞാൻ എപ്പം വിളിച്ചാലും നീ ബിസി ബിസി ബിസി. ഭയങ്കര വലിയ തിരക്കുള്ള ആളല്ലേ. നമ്മളൊക്കെ വിളിച്ചാൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ടൈമില്ലല്ലോ. ശരിക്കും തിരക്കായോണ്ടല്ലേടി, നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെന്താ? അതറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ മിത്ത, എനിക്ക് നിൻ്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തുവാ? നീ പറ. എന്തിനാ അതിനിങ്ങനെ മുഖവര ഇടുന്നേ? നിൻ്റെ അടുത്ത് ഇത് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ നീ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക്... നീ ഇങ്ങനെ വളച്ചൊടിക്കാതെ കാര്യം പറ ജാൻവി. എന്തുവാ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ എനിക്ക് നിന്നെ... ആ പപ്പാ ദാ വരുന്നു. നീ പറ, നീ എന്തുവാ പറഞ്ഞോണ്ടിരുന്നേ? ഇല്ല വേണ്ട, ഞാനത് പിന്നെ പറയാം. ഇപ്പം അങ്കിൾ എന്തിനാ വിളിക്കുന്നതെന്ന് നോക്ക്. ചെല്ല്, വല്ല അത്യാവശ്യം വല്ല ആയിരിക്കും. നമുക്കിപ്പം നാളെ സംസാരിക്കാം. നീയും പോയി കിടക്കാൻ നോക്ക്. ചെല്ല്. ഓ, നശിപ്പിച്ച്. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാ? ഇപ്പം തന്നെ അവനെ അങ്ങോട്ട് വിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ശേ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ മോൾക്ക് ഇതിനെക്കുറിച്ച് ഒരറിവും ഇല്ലെന്നില്ലേ? ഞാൻ അവളോട് പല ആവർത്തി ചോദിച്ചതാ, പക്ഷെ അവൾക്ക് അറിയില്ലെന്ന് തന്നെയാണ് അവൾ പറഞ്ഞത്. അവൾക്ക് അറിയാമായിരുന്നെന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിച്ച രീതി വെച്ചാണെങ്കിൽ അവൾ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേനത്. നീ ഇനി ഏതൊക്കെ രീതിയിൽ അവളെടുത്ത് ചോദിച്ചാലും അവൾ കൃഷ്ണയെ വിട്ട് നിന്റെ അടുത്ത് സംസാരിക്കുമോ? ഇല്ലല്ലോ, ഒരക്ഷരം പോലും അവളെക്കുറിച്ച് പറയത്തുമില്ല. അതുകൊണ്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാൻ എനിക്കറിയാം. അമ്മ, കോളേജുമാരി വന്നോ? നീങ്ങ് വന്നേ. പിന്നെ കൃതിമോളെ, നിന്റെ കൃഷ്ണേച്ചിയുടെ ആ പുതിയ നമ്പർ എനിക്കും കൊണ്ടുവന്ന് തരണേ. എനിക്ക് അവളുടെ അടുത്ത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. അവളുടെ പുന്നാരനിയത്തിയല്ലേ നീ? അല്ല, അങ്കിള് ചോദിച്ച കേട്ടില്ലെന്നുണ്ടോ നീ? അത് ഇവിടുന്ന് പോയതിന് ശേഷം ചേച്ചി പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവുന്നേ? എൻ്റെ കയ്യിൽ നമ്പറൊന്നും ഇല്ല അവരുടെ. അപ്പം അവള് നിന്നെ വിളിച്ചിട്ടും ഇല്ല, അവരെവിടാന്ന് നിനക്ക് അറിയത്തും ഇല്ല അല്ലേ? നിനക്കേ നിന്റെ അമ്മയെ പോലെ കള്ളം പറയാൻ അറിയത്തില്ല. നീ കള്ളം പറയാൻ ശ്രമിച്ചാൽ നിന്റെ മുഖത്തുനിന്ന് അത് വായിച്ചെടുക്കാനും പറ്റും. അതുകൊണ്ട് അവളെക്കുറിച്ചോ നിന്റെ മഹിയച്ചനെ കുറിച്ചോ വല്ലതും അറിയാന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇപ്പം പറയുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് നിനക്ക് മുന്നേ അറിയാമായിരുന്നെന്ന് ഞാനായിട്ട് കണ്ടുപിടിച്ച എൻ്റെ പൊന്നു മോളെ, ഇത്രയും നാൾ ഇവിടെ സുഖിച്ച് ജീവിച്ച ആ ജീവിതം ഉണ്ടല്ലോ, ഞാനങ്ങ് നശിപ്പിക്കും. സിദ്ധാർത്ഥേ, എന്താടി എൻ്റെ അടുത്ത് ഒച്ചയെടുത്ത് സംസാരിക്കാനും വേണ്ടിയിട്ടായോ നീ? അത് പിന്നെ അവള് പറഞ്ഞില്ലേ അവൾക്കറിയില്ലെന്ന്. എൻ്റെ മുഖത്ത് നോക്കി ഇത്ര ഒച്ചത്തിൽ സംസാരിച്ചിട്ട് ഞാൻ എന്താ നിന്നെ ഒന്നും ചെയ്യാത്തേന്ന് നിനക്കറിയാലോ. പറഞ്ഞു വരുമ്പം എൻ്റെ പെങ്ങളായിട്ട് വരുന്നുണ്ട്. എൻ്റെ തന്തയ്ക്ക് പറ്റിയൊരു അബദ്ധം. പിന്നെ കൃഷ്ണയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെറ്റത്തരവും ചെയ്യും. അതിനിപ്പം എന്താണ്ട് ഈ നിൽക്കുന്ന നിന്റെ മോളെ വെച്ചിട്ടാണെങ്കിൽ പോലും. അതുകൊണ്ട് പൊന്നു പെങ്ങളും മോളോട്ടൊന്ന് പറഞ്ഞേരെ, എന്നെ അനുസരിച്ച് നോക്കിയും കണ്ടും ജീവിക്കാമെന്നുണ്ടെങ്കിൽ അവൾക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണയുടെ കൂടെ ഒരാളും കൂടി കൂടിയെന്നും പറഞ്ഞിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇമ്മാതിരി സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലെന്ന് നിനക്കറിയാലോ. വേണമെങ്കിൽ എനിക്ക് ഇവളെയും അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. സിദ്ധാർത്ഥ, നീ എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. കൃതി, നീ ഈ പറഞ്ഞതെല്ലാം കേട്ടല്ലേ?
വെറുതെ ആ നശിച്ചവർക്ക് വേണ്ടിയിട്ട് നിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കരുത്. നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതിനെല്ലാം. എനിക്ക് വേണ്ടിയിട്ടോ അമ്മ? എൻ്റെ ചേച്ചിയുടെയും അച്ഛൻ്റെയും ജീവിതം നശിപ്പിച്ചിട്ട് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ആരുടെ നമ്പറും എൻ്റെ കയ്യിലില്ല. ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാ തരേണ്ടത്? നിനക്കൊന്നും അറിയില്ലെങ്കിൽ നീയും നിന്റെ തള്ളയും സേഫായിരിക്കും എന്നും. പക്ഷേ മറിച്ച് നീ കൂടി അറിഞ്ഞിട്ടാണ് എനിക്കിട്ട് പണി തരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു പെങ്ങടെ മോളെ കൃഷ്ണയ്ക്കുള്ള അടുത്ത ചൂണ്ടയിലേര നീയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്കിളുടെ പുന്നാര മോള് ഒന്ന് റെഡിയായിട്ട് എന്തും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നോ. നമുക്കൊന്ന് കാണാനുള്ളതല്ലേ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. എങ്കിൽ പിന്നെ ഈ അങ്കിൾ അങ്ങോട്ട് പോട്ടെ മോളെ. വരട്ടെ പെങ്ങളെ. നിങ്ങൾക്കിപ്പം സന്തോഷവും സമാധാനമായോ അമ്മ? മോളുടെ ജീവിതവും രക്ഷപ്പെടാൻ പോവല്ലേ അല്ലേ? ഇതിനെല്ലാം കാരണം നിങ്ങളുടെ പണത്തിനോടും സ്വത്തിനോടുള്ള ആർത്തി മാത്ര. പാവം കൃഷ്ണേച്ചി മഹിയച്ചനെ നിങ്ങളോട് എന്ത് ദ്രോഹമ്മ ചെയ്തത്? എന്നെ നിങ്ങളെ പൊന്നുപോലെ സ്നേഹിച്ചതോ ആണോ അമ്മ? പിന്നെ ആ പോയ നിങ്ങളുടെ പൊന്നാങ്ങളെടുത്ത് പറഞ്ഞേക്കണം, കൃഷ്ണയല്ല കൃതിക. എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സഖികട്ട, എല്ലാ ബന്ധവും മറന്ന് ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ഇതെൻ്റെ അമ്മയ്ക്ക് ഓർമ്മ വേണം. എല്ലാത്തിനും അവൾ ഒറ്റ ഒരുത്തിയാ കാരണം. എൻ്റെ മോള് വരെ എൻ്റെ അടുത്ത് തിരിഞ്ഞിന്ന് സംസാരിക്കാൻ തുടങ്ങി. അവളെ നശിക്കാതെ ഞങ്ങൾ രക്ഷപ്പെടത്തില്ല. സീത, ഇച്ചായൻ വന്നോ? എന്തു പറ്റി സീത? നീ എന്തെങ്കിലും ഡള്ളായിരിക്കുന്നേ? നിനക്ക് വയ്യേ? ഹേയ്, കുഴപ്പമൊന്നുമില്ല ചായ. ഇച്ചായന് തോന്നുന്നതാവും. സീത, ഞാൻ നിന്നെ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതാന്നോടി. എന്തുണ്ടേലും പറയരുതേ. മനസ്സിൽ തന്നെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കണം. ഇവിടെ നടന്ന പ്രശ്നങ്ങൾ കാരണം നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ അതിൻ്റെ അടുത്ത് പറയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പറയരുത്. ഇങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ചിരുന്ന് സ്വന്തമായിട്ട് വിഷമിക്കണേ. ഇച്ചായ, അത് നിങ്ങളെ കൂടി വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ. ഒന്ന് നിർത്തു സീത. എൻ്റെ അടുത്ത് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറയണമെന്ന്. നീ എൻ്റെ അടുത്തല്ലാണ്ട് പിന്നെ വേറെ ആർക്കാ നിനക്ക് പറയാനുള്ളത്? ഹാപ്പിനെസ് മാത്രമല്ല ഷെയർ ചെയ്യേണ്ടത്. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും അത് പരസ്പരം ഷെയർ ചെയ്യണം സീത. നിൻ്റെ അടുത്ത് ഞാൻ എത്ര ആവർത്തി പറഞ്ഞതാ ഇതിനെക്കുറിച്ച്. നീ എന്തിനാ ഇതെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ ഒഴുകി തീരുന്നേ? പോട്ടെ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് സഖി കെട്ട് പറഞ്ഞു പോയതാ. എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. എന്നാലും സീത, നിനക്ക് നല്ല പോലെ അറിയാം, എൻ്റെ ലൈഫിൽ ആരൊക്കെ വന്നാലും ആരൊക്കെ ഉണ്ടേലും ഇല്ലേലും എനിക്ക് നീയാ വലുത്. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവരും മറ്റു ബന്ധങ്ങളും. അത് നീ മറക്കരുത്. നീ ഇത്തിരി ബോൾഡായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വരുന്നവരും പോകുന്നവരും പറയുന്ന കാര്യമൊന്നും നിനക്ക് കേൾക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ നീ അത് ചെയ്യത്തില്ല. നിന്റെ വാശിയും കുറെ മാങ്ങാത്തൊലി സെന്റിമെന്റ്സും. ഒന്നാമത് ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചിയും ചേച്ചിയെല്ലാം. ശരിയാ, നീ കാരണമാ എനിക്ക് എല്ലാവരും ഇല്ലാണ്ടായത്. അപ്പം നിന്റെ ചേട്ടനെ നിനക്കില്ലാതായതോ? എന്തിനാ ഈ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നേ? നമ്മളുടെ കെട്ട് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ മക്കളുടെ കെട്ടും കഴിഞ്ഞ് അവർക്ക് കുട്ടികളും ആവാറായി. അപ്പോഴാ അവളുടെ ഒരു നീ നിർത്തേ സീത. എന്ത് പറഞ്ഞാലും ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചേക്കണം കേട്ടോ. ഓ, ഇതിന് മാത്രം ഒരു കുറവുമില്ല.
നിങ്ങൾ പോയിച്ചായ. ഇച്ചായ, പറ. ചേച്ചി ഇന്ന് കൃഷ്ണമോളെ കുറിച്ച് മിത്തനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ചേച്ചിയുടെ സ്വഭാവം എന്താ മാറാത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പ്രായമായില്ലേ, അതുമല്ല അവർക്കൊരു മോളുള്ളതല്ലേ. പിന്നെ ചേച്ചിയെ പോലെ അല്ല ജാൻവി, അവളൊരു പാവ. എല്ലാവരോടും എന്നാ സ്നേഹം അവൾക്ക്. അത് ശരിയായിച്ചാ ഞാൻ പറഞ്ഞത്, അവളൊരു പാവ. അമ്മയുടെ സ്വഭാവം കിട്ടാഞ്ഞത് കാര്യമായി. അതല്ലിച്ചായ ഞാൻ ചിന്തിക്കുന്നത്. ആരടുത്തൊന്നും പറയാതെ പോട്ടെ, എന്തിന് ഇച്ചായനെ പോലും ഒന്ന് വിളിച്ച് പറയാണ്ട് ചേച്ചി അവളെയും കൂട്ടി പോയി വന്നതിൻ്റെ പിറകിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടോ? അല്ല, ചേച്ചിയുടെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. അതോ ഇനി എൻ്റെ തോന്നൽ വല്ലതും ആണോ ആവോ? നീ ചിന്തിച്ചത് ശരിയാ, പക്ഷെ ദുരുദ്ദേശമൊന്നും അല്ല. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാ വന്നേക്കുന്നേ. അതെൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞോ? എന്നതാന്ന് എൻ്റെ അടുത്തും കൂടി പറ. നമ്മുടെ മിത്തിനൊരു മാരേജ് പ്രപ്പോസൽ. നമ്മുടെ മിത്തിന് നിങ്ങളുടെ ചേച്ചി വിവാഹാലോചന കൊണ്ടുവന്നോ? പെൺകുട്ടി ഏതാണെന്ന് നിനക്കറിയണ്ടേ? നമ്മുടെ ജാൻവി മോള്. ശരിക്കും? അതേടോ. അല്ല, അതിന് അവന് ഇഷ്ടാവണ്ടേ, അവക്കും ഇഷ്ടാവണ്ടേ? മോൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്നാ ചേച്ചി പറഞ്ഞേ. പിന്നെ അവൻ്റെ അടുത്ത് പറയുന്ന കാര്യം അത് അവളായിട്ട് പറഞ്ഞോളാം, അതിന് ശേഷം നമ്മൾ സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ മനസ്സൊന്ന് തെളിയും. അത് മാത്രമല്ല ചായ, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. നീളമോളെ നമ്മൾ ഇങ്ങോട്ടെടുത്തപ്പം മിത്തിന് വേണ്ടിയിട്ട് ജാൻവിയെ ഒന്ന് ആലോചിക്കുന്ന കാര്യം. പിന്നെ കുട്ടിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നല്ലോ. ഇപ്പം അവൾക്ക് അവനെ ഇഷ്ടമായ സ്ഥിതിക്ക് മിത്തിനും ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. അവനിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കുമായിരിക്കും. ആദ്യം അവനെന്താ പറയുന്നതെന്ന് നോക്കട്ടെ. അവന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പിന്നെ താൻ പോയി കിടക്കാൻ നോക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇച്ചായ പറഞ്ഞ പോലെ ചേച്ചിയുടെ മനസ്സൊന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കണം. ഞാൻ കാരണം ഇച്ചായൻ നഷ്ടപ്പെട്ടതെല്ലാം ഇതോടുകൂടി തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി മിത്തിൻ്റെ അടുത്ത് സംസാരിച്ചേ പറ്റും.